ഹായ് ഹലോ സീനേനെ. പിന്നെ നമുക്കൊരു എവരിഡേ മേക്കപ്പ് ലുക്കാണ്. ഞാനിത് പനി പിടിച്ചിരിക്കുമ്പോഴുള്ള കോലമാണ് കേട്ടോ. ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോകണം, ബാങ്ക് വരെ പോകാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഫേസ് വാഷും മോയ്സ്ചറൈസറും സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ. നല്ല അടിപൊളി മോയ്സ്ചറൈസറും ഫേസ് വാഷുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. പിന്നെ സൺസ്ക്രീൻ വന്നിട്ട് ലോട്ടസിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ടാൽക്കം പൗഡർ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. കാരണം ഹെൽത്ത് വൈസ് ഒക്കെ അല്ലാത്തതുകൊണ്ടിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ബാങ്കിലല്ലേ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതി LITൻ്റെ ഒരു കാജലാണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിളാണ്, 90 റുപ്പീസ് എന്തോ ഉള്ളൂ ഇതിന്. പിന്നെ അതുപോലെ തന്നെ നല്ല ജെറ്റ് ബ്ലാക്കാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, അങ്ങനെ സ്മഡ്ജൊന്നും ആവില്ല. എൻ്റെ അത്യാവശ്യം ഇങ്ങനെ സ്മഡ്ജ് ആവുന്ന സൈസ് ഐലിഡാണ്, പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് ആവില്ല. ഇതും അതേ മേബിലിൻ്റെ കാജലും അതേ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലൈനർ വന്നിട്ട് നല്ല ബെസ്റ്റ് ലൈനർ നിങ്ങൾ നോക്കണമെങ്കിൽ സുഡിയോലത്തെ ഈ ഒരു ബ്ലാക്ക് ലൈനർ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്. നമ്മൾ സ്മഡ്ജ് ചെയ്താലൊന്നും അങ്ങനെ പോകത്തില്ല. ഫേസ് വാഷ് ഇട്ട് കഴിക്കാൻ പോലും മര്യാദക്ക് പോകില്ല. അതുകൊണ്ട് നന്നായിട്ട് ലാസ്റ്റിങ് ചെയ്യും, ഭയങ്കര അഫോർഡബിൾ റേറ്റുമാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനപ്പോൾ അത് ആദ്യം ഫോണിൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഫോണിൽ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വേറെ കോലവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മിററിൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി നന്നായി. നമുക്ക് കുറച്ചും കൂടി മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും പിന്നെ അതിനാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം കുറച്ചുകൂടിയൊക്കെ അപ്ഡേറ്റ് ആവാനുണ്ട്. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം കാരണം നമ്മളിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു, ഉള്ളതുകൊണ്ട് വേണം പോലെ. അപ്പോൾ കണ്ണെഴുതി അതിനുശേഷം ഞാൻ പൊട്ട് ഇട്ടിട്ടോ. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പൊട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് ഇട്ട്. ഞാൻ ബ്ലഷിൻ്റെ ഫാനേ അല്ലായിരുന്നു, പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു രസം മനസ്സിലായത്. പ്രത്യേകിച്ച് ഇപ്പോൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് മുഖമൊക്കെ വല്ലാണ്ടിരിക്കും. അപ്പോൾ ഇത്തിരി ബ്ലഷൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തുടിപ്പുണ്ടാവും മുഖത്ത്, അതിന് വേണ്ടിയിട്ടൊരു ഉണർവ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇടണം, അല്ലാണ്ട് വെറുതെ ഇടണമില്ല. മുഖത്തിന് ഒത്തിരി രക്തപ്രസാദം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റില്ല, റിയലിൽ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത് വേണ്ടിയിട്ട് ഞാൻ മാത്രം ഇട്ടിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഷോർട്ട് വീഡിയോയിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഇതാണ്. കളർ കണ്ടപ്പോൾ ഞാൻ വെച്ചത് എനിക്ക് സൂട്ടാവില്ലെന്നാണ്, പക്ഷേ അത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഭംഗിയുണ്ട്. എൻ്റെത് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ പോലും. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് അടിപൊളി ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഇത് നമ്മുടെ ഡാസ്ലർ തരംഗമായിട്ടിരിക്കുന്ന ടൈമിന് ഞാൻ വാങ്ങിച്ചതാണ്. ഡാസ്ലറിൻ്റെ തന്നെ സ്മോൾ സൈസ് മിനി സൈസ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്. അതിലൊരു പിങ്കാണ്, മൂവ് പിങ്ക് ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് ഞാൻ മെൻഷൻ ചെയ്യാം, നല്ല ഷെയ്ഡാണ്. അത് ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ നന്നായിട്ട് ചേരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാഷ് ഔട്ടൊന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് വാഷ് ഔട്ട് ചെയ്യില്ല. ഇനി എന്നേലും ഡീപ്പർ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യും, അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുമെന്നാണെങ്കിൽ പിന്നെയും ഭംഗിയുണ്ടാവും. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും ഹെയർ സ്റ്റൈൽ, ഈ ഹെയർ സ്റ്റൈൽ ഇട്ടൊരു കളിയില്ല. എന്തായാലും അത് മാറ്റണം, ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ എന്താ പറയുക, ഒരിത് വെച്ചേക്കണേന്. ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കണം. കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കാം, കുറച്ചൊക്കെ വെറൈറ്റി ആക്കണം എന്നെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം എന്നൊരാഗ്രഹത്തിൽ ഇടണേ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ആകെ ഒരു ട്രൈപോഡ് മാത്രമേ ഉള്ളൂ. റിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്, വീഡിയോസ് ഇടാനായിട്ട് തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇട്ട്. അല്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചിലർ കമൻ്റൊക്കെ ഇട്ടിങ്ങനെ പ്രോത്സാഹിപ്പിക്കണമുണ്ട്, ആ ഒരു ഓളത്തിന് പോണേണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തന്നാൽ മതി. നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ പറഞ്ഞു തന്നെ. അതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ടും ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, മുടീന് സൈഡിലോട്ടാക്കി എന്നിട്ട് മുടി മടക്കിയാണ് കെട്ടിയ. ഈ ഒരു ടീഷർട്ടും സുഡിയോന്നെടുത്ത് തന്നതാണ്. ഈ ടീഷർട്ടും ജീൻസും ആണ് ഇട്ടേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.